Hi dear aspirants, welcome to TOS Academy. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഫിസിക്സ് പേപ്പറിൻ്റെ സിലബസ് അനാലിസിസും എക്സാമിന് ഡൊമിനൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഏരിയാസിനെ കുറിച്ചുമാണ്. സെറ്റ് കേരള ഫിസിക്സ് അല്ലെങ്കിൽ സെറ്റ് എക്സാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപക നിയമന യോഗ്യത നേടുന്നതിനുള്ള പരീക്ഷയാണ്. എക്സാം നടത്തുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ടോസ് അക്കാദമി ജനറൽ പേപ്പർ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സെറ്റ് കോച്ചിങ് നൽകി വരുന്നുണ്ട്. എക്സാം വേഗത്തിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം. സബ്ജക്ട്സ് ഞാൻ പറയാം: കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ്. അടുത്തതായി അക്കാദമിയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്താം. മെയിനായിട്ട് ഡെയിലി റെക്കോർഡഡ് വീഡിയോസ് വഴിയാണ് ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സസിൽ പ്രോബ്ലംസും തിയറിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ് വരുന്നത്. അത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഡെയിലി പഠിച്ച കാര്യങ്ങളിൽ കുറച്ചുകൂടെ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. വീക്കിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വീക്കെൻഡിൽ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ ടോപ്പിക്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിവിഷനും ഉണ്ടായിരിക്കും. ഇതാണ് ടോസ് അക്കാദമിയുടെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തായി നമുക്ക് എക്സാം ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ദിവസം തന്നെ 2 ഭാഗമായിട്ട് നടത്തുന്ന സെറ്റ് എക്സാമിൽ പേപ്പർ 1 ജനറൽ പേപ്പറാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ജനറൽ അവയർനെസ്സും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്സും ആണ്. പേപ്പർ 2 സബ്ജക്റ്റ് പേപ്പറാണ്. 2 പേപ്പറിലും 120 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ 240 ആണ് മാർക്സ് വരുന്നത്. ഓരോ പേപ്പറിലും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 48 ആണ്. ഫോർ ജനറൽ കാറ്റഗറി, SC, ST ആൻഡ് ഡിഫറൻഷ്യലി ഏബിൾഡ്, OBC സ്റ്റുഡൻസിനും റിലാക്സേഷൻ ഉണ്ട്. ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റ് വീതം. അതായത് ഒരു പേപ്പറിന് ജനറൽ പേപ്പർ 1ന് 120 മിനിറ്റ്, പേപ്പർ 2ന് 120 മിനിറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റ് വീതമാണ് നമുക്ക് ടൈം കിട്ടുന്നത്. എല്ലാതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. ഇനി ടോട്ടൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 116 വേണം. അതായത് ഇൻഡിവിജ്വൽ പേപ്പറിൽ 48 മാർക്സ് കിട്ടിയത് കൊണ്ടായില്ല. നമ്മൾ ടോട്ടൽ മാർക്സ് 116 സ്കോർ ചെയ്താലേ നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോവാം. ഫിസിക്സിൻ്റെ സിലബസിൽ 9 മൊഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ ഒന്ന് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്. ഇതിൽ 9 എണ്ണത്തിലും എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് ശരിക്കും നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ചില എക്സാം, അതായത് പ്രീവിയസ് ഇയർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചില എക്സാംസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് ആയിട്ട്, അതായത് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ അവിടെ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഓരോ വിഷയത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഏരിയാസും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും കാണാം. ഫസ്റ്റ് നമ്മൾ മാത്തമാറ്റിക്കലാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കലിൽ നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്നിട്ടുള്ള ഏരിയ ഒന്ന് വെക്റ്റർ ആൽജിബ്ര ആൻഡ് വെക്റ്റർ കാൽക്കുലസ്. ഇപ്പോൾ വെക്റ്റർ ആൽജിബ്ര ആൻഡ് കാൽക്കുലസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇപ്പോൾ 2 വെക്റ്റേഴ്സ് തന്നിട്ട് ഇത് തമ്മിലുള്ള ആംഗിൾസ് കാണാൻ, അല്ലെങ്കിൽ പ്രൊജക്ഷൻ കാണാൻ, അല്ലെങ്കിൽ 2 വെക്റ്റേഴ്സ് തന്നിട്ട് അതിന് ടാൻജൻ്റ് ആയിട്ടുള്ള വെക്റ്റർ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ്, അതായത് നമ്മൾ ടാൻജൻറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നോർമൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വരുന്നത് വോളിയം ഓഫ് പാരലോപൈപ്പിഡ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വെക്റ്റർ ആൽജിബ്ര, വെക്റ്റർ കാൽക്കുലസ് ആ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. മെട്രിസസിൻ്റെ കേസിലേക്കാണെങ്കിൽ മെട്രിസസിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഐഗൻ വാല്യൂ പ്രോബ്ലം, ഐഗൻ വെക്റ്റർ പ്രോബ്ലം ആണ് കൂടുതലും കണ്ടുവരുന്നത് മെട്രിസസിൻ്റെ കേസിൽ. പിന്നെ ഫോറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഫോറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഈസി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ചോദിക്കുന്നത്. ലൈക്ക് കൊസൈൻ, സൈൻ, അതൊക്കെ ആയിരിക്കും ഫോറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. ഇനി കോംപ്ലക്സ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ കൂടുതലും ചോദിക്കുന്നത് പോൾ ഇവാലുവേഷൻ ആണ്. പോൾ ഇവാലുവേഷൻ, അതായത് പോൾസ് കണ്ടുപിടിക്കുന്നതിനും ഓർഡർ ഓഫ് പോൾസും ആണ് കോംപ്ലക്സ് അനാലിസിസിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്.
പിന്നെ സ്പെഷ്യൽ ഫങ്ഷൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ കൂടുതലും ഇമ്പോർട്ടൻസ് വരുന്നത് ബെസലിലും ലെജൻഡറിക്കാണ്. അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എലമെന്ററി പ്രോബബിലിറ്റി തിയറി, അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളത്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത്ര വെയിറ്റേജ് അതിനുള്ളൂ. അപ്പോൾ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ്, അത് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ കേസിൽ കൂടുതലും കണ്ടുവരുന്നത് ഒന്ന് ലഗ്രാഞ്ചസ് ഇക്വേഷൻ, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതുപോലെ ലഗ്രാഞ്ചിയൻ ഫോം ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ തന്നിട്ട് ഹാമിൽട്ടൺ കാണുന്ന പ്രോബ്ലംസ്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ സെൻട്രൽ ഫോഴ്സ് ഫീൽഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ലഗ്രാഞ്ചിയൻ തന്നിട്ട് അതിൽ നിന്ന് സൈക്ലിക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കണ്ടുവരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, അത് ലോറൻസ് ട്രാൻസ്ഫോർമേഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അപ്പം അതായത് സ്പെസിഫിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. കാരണം സെയിം ഏരിയാസ് നിന്നാണ് എല്ലാ കൊല്ലവും ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ പോയ്സൺ ബ്രാക്കറ്റ്സ്, ഓഫ് കോഴ്സ് എന്തായാലും പോയ്സൺ ബ്രാക്കറ്റ്സ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. പോയ്സൺ ബ്രാക്കറ്റ് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പോയ്സൺ ബ്രാക്കറ്റ്. ഇത്രയൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ളത്. സോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. ക്വാണ്ടം മെക്കാനിക്സിന്റെ കേസിൽ വരികയാണെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ കൂടുതലും ചോദിച്ചു വരുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് എന്തായാലും അറിയിരിക്കണം. അതുപോലെ തന്നെ ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ലൈക്ക് മൊമെന്റം, ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതുപോലെ കറണ്ട് ഡെൻസിറ്റി, ഇതിൻ്റെയൊക്കെ ക്വാണ്ടം മെക്കാനിക് ഓപ്പറേറ്ററിന്റെ ആ ഫോർമുല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഐഗൻ വാല്യൂ പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിച്ചു വരുന്നത്. അതിൽ മെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 3 കാര്യങ്ങൾ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, 1 ഡയമെൻഷണൽ ബോക്സ് ആണ് ചോദിക്കാറ്. 3 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതാൻ എളുപ്പമാണ്. അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം, അതാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എപ്പോഴും R0ന്റെ വാല്യൂ, അതായത് ബോർ റേഡിയസിന്റെ വാല്യൂ, A0ന്റെ വാല്യൂ അറിഞ്ഞിരുന്നത് തന്നെ ഒരുവിധം പ്രോബ്ലംസും ക്വാണ്ടം മെക്കാനിക്സ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചു വരുന്നത് കമ്മ്യൂട്ടേറ്റഡ് ബ്രാക്കറ്റ് ആണ്. ഇപ്പോൾ പോയ്സൺ ബ്രാക്കറ്റ് പഠിച്ചു എന്ന് വിചാരിച്ച് കമ്മ്യൂട്ടർ ബ്രാക്കറ്റുമായിട്ട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് വിചാരിച്ചിട്ട് അത് പഠിക്കാതിരിക്കേണ്ട. സെറ്റിന് ചോദിക്കുമ്പം കറക്റ്റായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കേളി ബ്രാക്കറ്റ് മീൻസ് കമ്മ്യൂട്ടർ ബ്രാക്കറ്റ് ഓർ പോയ്സൺ ബ്രാക്കറ്റ് എന്ന് കറക്റ്റായിട്ട് നമുക്ക് എക്സാമിന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 ബ്രാക്കറ്റ്സും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതൊക്കെ അത്രയും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കമ്മ്യൂട്ടേറ്റഡ് ബ്രാക്കറ്റ് ഒക്കെ. പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തരും, അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം കണ്ടുപിടിക്കാൻ തരും. അപ്പോൾ നമുക്ക് എച്ച് കട്ട്, അതായത് റെഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. യൂണിറ്റിന്റെ കൺവേർഷൻ മാത്രം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പം പിന്നെ ഫെർമിക് ഗോൾഡൻ റൂൾ, അതാണ് ഒന്ന് എന്താ പറയുക കുറച്ച് ഡീപ്പായിട്ടുള്ള സിലബസ് ഒന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഫെർമി ഗോൾഡൻ റൂൾ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സ്. പലരും പറയും ക്വാണ്ടം മെക്കാനിക്സ് ടഫ് ആണെന്ന് പറയുമെങ്കിലും കൂടിയിട്ട് ഇതുപോലെ സ്പെസിഫിക് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേച്ചർ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. സോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ കേസിലാണെങ്കിൽ കൂടുതലും ചോദിച്ചു വരുന്നത് തെർമോഡൈനാമിക്സിന്റെ ഭാഗത്താണ്. അതായത് ഡിഗ്രി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ. പിന്നെ നമുക്ക് തെർമോഡൈനാമിക്സും സ്റ്റാറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ, അതായത് എൻട്രോപ്പി മൈക്രോസ്റ്റേറ്റ്സ്, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിന്റെ വിച്ച് ഇസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ എന്ന് പറഞ്ഞ റിലേഷൻ, അത് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിക്കുന്ന ഒരു സ്റ്റൈൽ എപ്പോഴും മാറ്റി ചോദിക്കാറുണ്ടെന്നല്ലാതെ ആ ക്വസ്റ്റ്യൻ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. പിന്നെ മാക്സ്വെൽ റിലേഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ്വെൽ റിലേഷൻസ് ചോദിക്കാറുണ്ട്.
പിന്നെ ചോദിക്കാറ് മൈക്രോ കനോനിക്കൽ ആൻഡ് കനോനിക്കൽ എൻസംബിൾസും അതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ചോദിക്കാറ്. അപ്പം ചെറിയ വ്യത്യാസമുള്ളതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻസ്, അപ്പോൾ ആ പാർട്ടീഷൻ ഫംഗ്ഷൻസും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ളത് ഡീറ്റെയിൽഡ്, അതായത് പോലെ ഡീപ്പ് തിയറി എന്ന് ചോദിക്കാറുള്ളത് ഈ പറഞ്ഞ പോലെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. അപ്പം അത് ചില റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ, അതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇല്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്നാലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം തെർമോഡൈനാമിക്സും അതുപോലെ ആ റിലേഷൻ, അതായത് തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും കണക്ട് ചെയ്യുന്ന റിലേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതെങ്കിലും കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കട്ട് ഓഫിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കട്ട് ഓഫിലേക്ക് 1-2 മാർക്സ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡീപ്പ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ടഫാണ്. പക്ഷെ തെർമോഡൈനാമിക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത്രയൊക്കെയുള്ളൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ കുറിച്ചിട്ട്. സോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ കേസിലാണെങ്കിൽ കൂടുതലും വരുന്നത് ഗോസസ് ലോ ആപ്ലിക്കേഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ അങ്ങനെയൊക്കെ തന്നിട്ട് നമുക്ക് എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ, പിന്നെ ബയോട്സ് അവാർഡ്സ് ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിന്ന്. അതുപോലെ ആംബിയസ് തിയറം ഇതൊക്കെ ചോദിച്ചു വരുന്നതാണ്. പിന്നെ ഒട്ടും വിട്ടുകളയാതെ പഠിക്കേണ്ടത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക്സ് അല്ലെ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ഒരു അതായത് ബേസിക് എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് മാക്സ്വെൽ റിലേഷൻസ് പഠിക്കാതെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ മാക്സ്വെൽ റിലേഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് സ്കേലാർ ആൻഡ് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കാറ് മെയിനായിട്ട് വേവ് ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പം വേവ് ഗൈഡ്സിൽ തന്നെ റെക്റ്റാങ്കുലർ വേവ് ഗൈഡ്സ് ആണ് കൂടുതലും ചോദിച്ചു വരുന്നത്. റെക്റ്റാങ്കുലർ വേവ് ഗൈഡ്സിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ഡയമെൻഷനൊക്കെ തന്നിട്ട് നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് വേവ് ലെങ്ത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. പ്രോബ്ലംസ്, പിന്നെ അതായത് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇപ്പോൾ നമുക്കറിയാം E/B വിച്ച് ഇസ് ഈക്വൽ ടു Z എന്നറിയാം. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടുപിടിക്കും. കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും ചോദിക്കില്ല, കാരണം നമുക്ക് അറിയാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് മാനുവലി ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സെറ്റിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഈ വേവ് ഗൈഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പറയാനുള്ളത്. അതിൽ മാക്സ്വെൽ റിലേഷൻസും വേവ് ഗൈഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗോസസ് ലോ ആപ്ലിക്കേഷൻ, അത് നമ്മൾ +2 ലെവലിൽ പഠിച്ചാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗോസസ് ലോ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. അടുത്തത് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ റൊട്ടേഷണൽ, വൈബ്രേഷണൽ, അതുപോലെ ഇലക്ട്രോണിക്, രാമൻ ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ ആൻഡ് ഐസോടോപ്പിക് ഷിഫ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഐസോടോപ്പിക് ഷിഫ്റ്റ്. പിന്നെ LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്സ് തന്നിട്ട് അതിൻ്റെ LS കപ്ലിംഗ് ആണെങ്കിൽ പോസിബിൾ J വാല്യൂസ്, JJ കപ്ലിംഗ് ആണെങ്കിൽ പോസിബിൾ വാല്യൂസ്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ തരാറുണ്ട്. അങ്ങനെ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. പിന്നെ സെലക്ഷൻ റൂൾസ്, അതായത് ഇപ്പോൾ ΔJ എത്ര വരും, ΔV എത്ര വരും, ഇന്ന സീരീസ് ആണെങ്കിൽ ഇന്ന സ്പെക്ട്ര ആണെങ്കിൽ എത്ര, സെലക്ഷൻ റൂൾസ് എന്ന് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പെക്ട്രൽ ടേം അനലൈസ് ചെയ്യുന്നത്. അതായത് സ്പെക്ട്രൽ ടേം കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിന്. അപ്പം ആ ഭാഗ്യം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്തായാലും ഒരു മാർക്ക് സ്കോർ ചെയ്യാം. സ്പെക്ട്രൽ ടേം കണ്ടുപിടിക്കുന്നത് നിങ്ങൾ തിയറിറ്റിക്കൽ ഫുൾ അറിയില്ല എങ്കിലും കൂടി സ്പെക്ട്രൽ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെക്ട്രൽ ടേം കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിന് ചോദിച്ചു വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണത് സ്പെക്ട്രൽ ടേം കണ്ടുപിടിക്കുക. സ്പെക്ട്രൽ ടേം ചോദിക്കാം, ടേം ഫാക്ടർ എന്ന് ചോദിക്കാം, അതുപോലെ
അങ്ങനെ മാറ്റി മാറ്റി ചോദിക്കുന്നല്ലാതെ, സ്റ്റൈൽ മാറ്റി ചോദിക്കുന്നല്ലാതെ ആ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചോദിച്ചു വരുന്നത് ലേസേഴ്സിൽ തന്നെ റൂബി ലേസറിന്റെ കേസും അതുപോലെ ഹീലിയം നിയോൺ ലേസറിന്റെ കേസുമാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റിനെ കുറിച്ചിട്ടും 1-2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. റൂബി ലേസർ ഒന്നും നമുക്കിതിൽ ലേസറിന്റെ ഡീറ്റെയിൽഡ് സിലബസിൽ ഇല്ലെങ്കിൽ കൂടി റൂബി ലേസറിന്റെ ഭാഗത്തുനിന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പം ലൈക്ക് എന്താണ് റൂബി അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ റൂബി എന്ന് പറയുന്നത് നമുക്കറിയാം, അലുമിനിയം അങ്ങനത്തെ ഒരു മിക്സ്ചറാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഭാഗത്തുനിന്ന്, ലേസറിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോവാം. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് കൂടുതലും ചോദിച്ചു വരുന്നത് ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, അതായത് ഇപ്പോൾ ഇക്വേഷൻ തന്നിട്ട് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സെമി എംപിരിക്കൽ മാസ് ഫോർമുലയിൽ ഒരു ടേം തന്നിട്ട് അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി പറയാൻ, അങ്ങനെയൊക്കെയാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബീറ്റ ആൻഡ് ഗാമ, ആൽഫ ബീറ്റ ഗാമ ഡിക്കേസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചോദിക്കുന്നത് ചിലപ്പം ന്യൂക്ലിയർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. അതായത് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പാണ് ന്യൂക്ലിയർ ഫിസിക്സ്. കാരണം നമുക്കറിയാം, ഇപ്പം ക്വാർക്ക് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ക്വാർക്ക് സ്ട്രക്ചറിന്റെ ലൈക്ക് പ്രോട്ടോണിന്റെ ക്വാർക്ക് സ്ട്രക്ചർ, ന്യൂട്രോണിന്റെ ക്വാർക്ക് സ്ട്രക്ചർ, അങ്ങനെ എന്തായാലും അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പിന്നെ അതുപോലെ സ്പിൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം സ്പിൻ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ന്യൂട്രോൺ, അപ്പം നമുക്ക് അല്ലെങ്കിൽ സ്പിൻ ഓഫ് ഗ്രാവിറ്റോൺ. അപ്പം അതൊക്കെ ഡിഫറെൻ്റ് ആണ് നമുക്കറിയാം. അപ്പം സ്പിൻ ഓഫ് ഗ്രാവിറ്റോൺ അല്ലെങ്കിൽ സ്പിൻ ഓഫ് എന്താ പറയുക ബോസോൺ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അതായത് ഇപ്പോൾ നമുക്ക് ഓരോ പാർട്ടിക്കിൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ അറിയാം, പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇപ്പോൾ ഇൻ്റഗ്രൽ സ്പിന്നും ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നും ഉള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ സ്പിന്ന് ചോദിച്ച് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ടേബിളൊക്കെ വരച്ച് സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പാർട്ടിക്കിൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് മിക്കവാറും ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നായിരിക്കും. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ കേസ് അങ്ങനെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടിക്കിൾ ഫിസിക്സ് മൊത്തം കവർ ചെയ്യുക. ക്വാർക്ക് മോഡൽ, അതുപോലെ തന്നെ ബാരിയോൺ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഇക്വേഷൻ, എലമെൻ്ററി ഇക്വേഷൻ വരും. എലമെൻ്ററി റിയാക്ഷൻ ഇക്വേഷൻ തന്നിട്ട് അത് ബാലൻസ് ചെയ്യല്ല, അത് പോസിബിൾ ആണോ ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊരു ഇത്. അപ്പോൾ അതിൻ്റെ കൺസർവേഷൻ ലോസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എലമെൻ്ററി റിയാക്ഷൻ ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ പഠിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് പെർഫെക്റ്റ് ആയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ അത്രയൊക്കെയാണ് ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്, അഥവാ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ ആ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്പർ ഓഫ് നൈബറിങ് ആറ്റംസ്, FCC, ഇപ്പോൾ NaCl സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് KCl, അങ്ങനത്തെ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള FCCയോ അല്ലെങ്കിൽ ഡയമണ്ട്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുന്നത് ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഇക്വേഷനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റിലേറ്റ് ചെയ്തുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്താണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ് ലാറ്റിസ് ഹീറ്റിന്റെ ഭാഗത്തു നിന്ന്. പിന്നെ ഹോൾ എഫക്റ്റിന്റെ ഭാഗത്തു നിന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുണ്ട്, എന്നാലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ഹോൾ എഫക്റ്റ് എന്താണ് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഒന്ന് ഫോം ചെയ്യണമെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഹോൾ എഫക്റ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് അറിയുകയാണെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് എന്തായാലും കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബാൻഡ് തിയറി ഓഫ് സോളിഡ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാറ്. പിന്നെ ഡയമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പം ഓറിയന്റേഷനൊക്കെ ആയിരിക്കും, ഡൈപോൾസ് ഓറിയന്റേഷനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഈ ഭാഗത്തുനിന്ന്. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജോസഫ്സൺ എഫക്റ്റിനും ജോസഫ്സൺ എഫക്റ്റിൽ AC ജോസഫ്സൺ എഫക്റ്റിൽ നമുക്ക് ഫ്രീക്വൻസി, അതായത് ആ വൈബ്രേഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും
ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒമേഗ ഫ്രീക്വൻസി ടു ഇ വി ബൈ എച്ച് കട്ട് എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ മെറ്റൽ ഡിഫക്ട്സ്, അതായത് ക്രിസ്റ്റൽ ഡിഫക്ട്സ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ സിലബസിൽ അത്ര ഡിഫക്ട്സ് ഉണ്ട്, ഡിഫക്ട്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ്. അപ്പോൾ അതുപോലെ ഷോർട്ട് ക്യോ അങ്ങനെ എന്തെങ്കിലും ഡിഫക്ട്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതായത് കൂടുതൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും വരില്ല കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിന്. കൂടുതലും എന്താ പറയുക, തിയറീസ് ആ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. ഈ ജോസഫ്സൺ ജംഗ്ഷൻ, അതായത് AC ജോസഫ്സൺ എഫക്റ്റിൽ ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ഒന്ന് മാത്തമാറ്റിക്കലി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഓക്കെ, അവസാനത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് എന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ വെയിറ്റേജ് ഇലക്ട്രോണിക്സിന് കൊടുത്തുകൊണ്ട് കണ്ടുവരുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്. കാരണം അതിൽ ഈസി ആയിട്ട് 1 വേർഡ് ചോദിക്കാൻ പറ്റും. കാരണം ഗേറ്റ്സ്, അതുപോലെ ഇപ്പോൾ നാൻഡ് ഓർ അതുപോലെ തന്നിട്ട് സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇലക്ട്രോണിക്സിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇലക്ട്രോണിക്സിന് വെയിറ്റേജ് കൂടുതൽ കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് നമ്മളൊരു 12 ക്വസ്റ്റ്യൻ ആണ് ഒരു സബ്ജക്റ്റിന് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇലക്ട്രോണിക്സ് എന്ന് ചോദിക്കാം. അങ്ങനെ വെയിറ്റേജ് കൂടുതൽ കൊടുത്തുകൊണ്ട്. ഇതേപോലെ തന്നെ ചില സബ്ജക്റ്റിന് വെയിറ്റേജ് ഓരോ ഇയറിലും കൂടുതൽ കൊടുക്കുന്ന കാണാം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ആണെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂളിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇലക്ട്രോണിക്സിന് മെയിനായിട്ട് വരുന്നത് ഇതുപോലെ ഗേറ്റ്, അതുപോലെ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ട് ഔട്ട്പുട്ട് എഴുതുന്നത്, അതുപോലെ ബൂളിയൻ ആൽജിബ്ര ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ ഫീൽഡ് എഫക്ട് ഡിവൈസസ് അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്, അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെയാണ് ചോദിക്കാറ്. സോളാറും ഫോട്ടോ ഡിറ്റക്ടേഴ്സ് LED ഒക്കെ ബാക്കിൽ പ്രിൻസിപ്പിൾ അല്ലേ, അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതിപ്പോൾ ഏതാണെന്നറിയില്ല, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ആഡർ, സമ്മർ, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ ഗേറ്റ്സും, അതായത് ലോജിക് ഗേറ്റ്സ്, അതുപോലെ ബൂളിയൻ ആൽജിബ്ര ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ മൈക്രോ പ്രോസസ്സിൽ നിന്നും മൈക്രോ കൺട്രോളറിൽ നിന്നും വളരെ കുറച്ച് ചോദിക്കാറുള്ളൂ, ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളൂ. അതും വളരെ ബേസിക്സ് ആണ് ചോദിക്കാറ്. ചിലർ ഈ മൈക്രോ പ്രോസസ്സർ ആൻഡ് കൺട്രോളർ എന്താ പറയുക, എലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും PGക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും മൈക്രോ പ്രോസസ്സർ, കൺട്രോൾ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇലക്ട്രോണിക്സും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇത്രയും, അതായത് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ് ഭാഗങ്ങൾ സ്പെസിഫിക് ആയിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോണിക്സ്. പറഞ്ഞ സബ്ജക്ട്സ്, അതായത് ഇപ്പോൾ ഗേറ്റ്സ് ഒന്നും ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം അതൊക്കെ അതായത് ഗേറ്റ്, ബൂളിയൻ ആൽജിബ്ര, അതുപോലെ അത് സിംപ്ലിഫൈ ചെയ്യണത്, അതൊക്കെ കർണഫ് മാപ്പ് സിംപ്ലിഫിക്കേഷൻ, അതൊന്നും ഇതിൽ ഡീറ്റെയിൽഡ് സിലബസിൽ ഇല്ലെങ്കിൽ കൂടി അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്, അതായത് 9 മൊഡ്യൂൾസും 9 മൊഡ്യൂൾസിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോബ്ലംസ് ഒക്കെ അത്യാവശ്യം വരുന്ന ഒരു പേപ്പറാണ്. അപ്പം ആ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 5 മൊഡ്യൂൾസ് കവർ ചെയ്തിട്ട് പോകുക എക്സാമിന്. കാരണം 9 മൊഡ്യൂൾസ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. കാരണം വിത്തിൻ 1-2 മന്ത് നമുക്ക് എന്തായാലും 9 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 മൊഡ്യൂൾസ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക് കിട്ടും. അതായത് ഒരു 48-50 ആ റേഞ്ചിലുള്ള മാർക്സ് എന്തായാലും കിട്ടും. നന്നായി കവർ ചെയ്യുകയാണെങ്കിൽ 60 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ജനറൽ പേപ്പറിൽ സ്കോർ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ 5 മൊഡ്യൂൾസ് എന്തായാലും നമ്മൾ കവർ ചെയ്തിട്ട് പോവുക. ബാക്കി 4 മൊഡ്യൂൾസ് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 5 മൊഡ്യൂൾസ് നന്നായി പഠിച്ചാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രോബ്ലംസ്, നമുക്കറിയാം ഫിസിക്സിൽ കൂടുതൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ബൈ ഹാർട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് ലാപ്ലേസ് ഇക്വേഷൻ, ഡെൽ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനത്തെ ലാപ്ലേസ് ഇക്വേഷൻ, അതുപോലെ ഇപ്പം പാർട്ടിക്കിൾ ഫിസിക്സിലാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് സ്പിൻ ഓഫ് ഇലക്ട്രോൺ, അപ്പോൾ നമുക്കറിയാം ഹാഫ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ പ്രോബ്ലത്തിലേക്ക് പോകാൻ ട്രൈ ചെയ്യുക. കാരണം
പ്രോബ്ലം എന്ന് പറയുന്നത് ചിലത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും, ലൈക്ക് 10ന്റെ പവേഴ്സ് കുറേ വരുന്നുണ്ടായിരിക്കും, അതുപോലെ വലിയ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ടായിരിക്കും, അതായത് ഇപ്പോൾ പോയിന്റഡ് ആയിട്ട്, അതായത് എന്താ പറയുക, ഡെസിമൽ പോയിന്റ്സ് കുറേയുള്ള ഡിജിറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് പോകുന്നതിന് മുമ്പ് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പ്രോബ്ലത്തിന് 10 മിനിറ്റ്സിൽ കൂടുതൽ അതിന് സ്പെൻഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 120 ക്വസ്റ്റ്യൻസിൽ 1 മിനിറ്റ് ആണ് ഒരു പ്രോബ്ലത്തിന് തരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രയും തിങ്ക് ചെയ്യാനുള്ള ടൈം കുറയും. അപ്പോൾ 10 മിനിറ്റ്സിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യന് എന്താ പറയുക സ്പെൻഡ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് ടൈം പ്രോബ്ലത്തിന് എടുത്ത് ചെയ്യുകയാണെങ്കിലും 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് ഗസ് വർക്ക് ചെയ്യാണ് ഏറ്റവും ബെറ്റർ, കാരണം നെഗറ്റീവ് മാർക്കില്ല. അപ്പം അത്രയും ടൈം കളയാതെ ടൈം നന്നായി മാനേജ് ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ഓൺ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞ ടിപ്പ് തരുന്നത്, പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് ഒരു 5-6 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അവിടുന്ന് 5-6 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടിക്കിൾ ഫിസിക്സ് അവോയ്ഡ് ചെയ്തിട്ട് ഒരിക്കലും എക്സാമിന് പോകരുത്. പാർട്ടിക്കിൾ ഫിസിക്സ് എന്തായാലും പഠിച്ചിട്ട് പോവുക, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ വാല്യൂസ് ലൈക്ക് ഇ, നമുക്ക് അറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺസ്, എച്ച്, അതുപോലെ ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം മാത്തമാറ്റിക്കൽ, അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അതായത് ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോൺസ്റ്റൻസ് വാല്യൂസ് എഴുതാൻ പറ്റും. ഇപ്പം അതിന് വേണ്ടി ആ വാല്യൂ ഇങ്ങനെ ആലോചിച്ചെടുക്കാനൊക്കെ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോവുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് വെട്ടിപ്പോകുന്ന, അതായത് ഇത് എന്താ പറയുക, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ആൻസർ നമുക്ക് ഫീൽ ചെയ്യണം, അതൊരു ആൻസർ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ. പിന്നെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുക. കാരണം നെഗറ്റീവ്സ് അതുപോലെ സൈൻ മാറുന്ന ഒരു ഇതുണ്ട്. അതായത് ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരിക്കും, ചിലർക്ക് അത് നെഗറ്റീവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഓപ്ഷൻസിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരെണ്ണം നെഗറ്റീവുള്ള ആൻസർ, ഒരെണ്ണം പോസിറ്റീവുള്ള സെയിം ആൻസർ. അപ്പം അതുകൊണ്ട് കുറച്ച് കോൺസെൻട്രേഷനിലൊക്കെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇത്രയൊക്കെ ടിപ്സാണ് എനിക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാനുള്ളത്. ഓക്കെ. സോ ഇനി നമുക്ക് കൂടുതൽ ക്ലാസ്സസിൽ കാണാം. ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എക്സാമിന് ശേഷം, ഓഗസ്റ്റിലെ എക്സാമിന് ശേഷം നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മോർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, താങ്ക് യു.